ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു അതിദാരുണമായ ഒരു സംഭവം നമ്മൾ കണ്ടിരുന്നു ആലപ്പുഴയിൽ. അതായത് ഒരു വയോധിക 60 വയസ്സുള്ള ഒരു വയോധിക പട്ടി കടിച്ച് മരണപ്പെട്ടു എന്നൊരു ന്യൂസ്. പക്ഷേ എനിക്ക് ആ ന്യൂസ് കണ്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി. കാരണം എന്തെന്ന് വെച്ചാൽ അത്രയും പ്രായമായ ഒരു സ്ത്രീ മക്കൾ ജോലിക്ക് പോയി, മോൻ ജോലിക്ക് പോയി, മരുമകളാണെങ്കിൽ കായംകുളം എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പോയി എന്നാണ് നമ്മൾ ന്യൂസിൽ അറിഞ്ഞത്. പക്ഷേ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ശരിയാ, മോൻ പറയുന്നുണ്ട് അമ്മയ്ക്കിടയ്ക്ക് പുറത്തിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി ഞാൻ ഷെഡും കാര്യങ്ങളും കിടക്കാനുള്ളതും പിന്നെ അതുപോലെ തന്നെ പാത്രം. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ എന്തോ ഒരു ഇതുപോലെ തോന്നി. കാരണം എന്തെന്ന് വെച്ചാൽ ഒരു ഷെഡ് വലിയൊരു കസേരയൊക്കെ ഇടുന്നത് പോലെ കിടക്കാനുള്ളതും പിന്നെ അതുപോലെ തന്നെ കഴിക്കാനുള്ളതും എല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനി അത് അമ്മയ്ക്ക് വേണ്ടി ഒരുക്കിയ സൗകര്യങ്ങളാകാം, അതിനെപ്പറ്റി നമ്മൾ പറയുന്നില്ല. എങ്കിലും കുറച്ചുകൂടെ ശ്രദ്ധ വേണമായിരുന്നു. കാരണം അവിടെ എപ്പോഴും പട്ടിശല്യം ഒരുപാടുണ്ടെന്ന് പരിസരവാസികൾ ഒരുപാട് പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ അതിന് എല്ലാവരും പ്രതികരിച്ചിരുന്നു എന്നൊക്കെ ഒരുപാട് പറഞ്ഞു. അപ്പോൾ അവർ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. അതായത് അവരാരുമില്ല, അവർ പിന്നെ അയൽവക്കത്തെ ആൾക്കാരുമായിട്ട് അത്ര അടുപ്പത്തിലൊന്നുമല്ല. അപ്പം തന്നെ അമ്മയെ കുറച്ചുകൂടെ ഒന്ന് സുരക്ഷിതമാക്കിയിട്ട് വേണമായിരുന്നു പോകാൻ. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായ ഒരു കാര്യം. ആ പട്ടി തെരുവ് നായ ഒരു 60% മുകളിൽ ആ അമ്മയുടെ മുഖം കടിച്ചെടുത്തെന്നാണ്. കണ്ണുപോലും ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിലായപ്പം കുറച്ചുകൂടെ ഒന്ന് കുറച്ചുകൂടെ എന്നല്ല, അവർ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണമായിരുന്നു. കാരണം ഒന്ന് അലറി എന്തോരം കരഞ്ഞ് കാണും. എന്നിട്ട് പോലും ഒന്ന് രക്ഷിക്കാൻ ഒരാൾ പോലും ഇല്ലായിരുന്നു. കാരണം അവർക്ക് അത്രയും ആ റോഡും സാഹചര്യമൊക്കെ കാണും. തൊട്ടപ്പുറത്ത് കടൽ തീരമാണ്. ആ സാഹചര്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇവരുടെ വീടാരും മൈൻഡ് ചെയ്യാറില്ലെന്നാണ് പറയുന്നത്. കാരണം ഇവർ അയൽവക്കത്തെ ആൾക്കാരുമായിട്ടൊന്നും അത്ര അടുപ്പത്തിലല്ലായിരുന്നു. പക്ഷേ ശരിക്കും നമ്മൾ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി. ഈ മോൻ വരുന്നിടം വരെ ആ അമ്മ അവിടെ കിടന്നു. അതായത് ഒരു 2 മണിക്കൂറോളം ആ അമ്മ മരണത്തിനോട് മല്ലിട്ട് അങ്ങനെ കിടന്നു. ഒരു പക്ഷേ വന്നിരുന്നേ ചിലപ്പോൾ രക്ഷപ്പെടുത്തായിരുന്നു. നേരത്തെ വന്നിരുന്ന ആൾക്കാർ വന്ന് ഈ പട്ടിയെ ഓടിച്ചിരുന്ന് രക്ഷപ്പെട്ടേനെ. പക്ഷേ ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇനി നമ്മൾ കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ മാതാപിതാക്കളെ എന്തായാലും നമുക്ക് ജന്മം തന്ന നമുക്ക് വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് നമ്മളെ ഇത്രയൊക്കെ ആക്കിയതാണ്. അപ്പോൾ അവരൊരു പ്രായമായ ഘട്ടം, ഇനി അവർ സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് വെച്ചാൽ കൂടി, മോൻ പറയുന്നുണ്ട് അമ്മ എത്ര വയ്യാത്ത ആളൊന്നും അല്ലായിരുന്നു, സ്വയം ചെയ്യുമെന്ന് വെച്ചാലും കുറച്ചുകൂടെ വെളിയിലാക്കിയിട്ടാണ് പോയത്. അപ്പോൾ അമ്മയോട് പറയണമായിരുന്നു, തെരുവുനായ ശല്യമുണ്ട്, അമ്മ പുറത്തിറങ്ങല്ലെന്ന് പറയണമായിരുന്നു.